Hello guys, Assalamualaikum. Welcome back. എന്റെ ഗ്രാൻഡ് പാരൻസ് സൗദിക്ക് വന്നു പറഞ്ഞില്ലേ, അപ്പൊ ഉംറക്ക് പോയ വിശേഷങ്ങളും ഞാൻ പോത്ത വിശേഷങ്ങളും പാത്തിന്റെ ബർത്ത്ഡേന്റെ എല്ലാ വിശേഷങ്ങളും കാണാം. മമ്മി ഓലൊക്കെ വന്നപ്പോ പോയ സ്ഥലാട്ടത്. ഇത് ഞാൻ നടന്നു പോവാട്ടോ. മമ്മി ഓലൊക്കെ അവിടെ ഉണ്ട്. ഞാനും ഉമ്മയും ബാപ്പയൊക്കെ ഇങ്ങോട്ട് വരലുണ്ട്. മമ്മി ഓലൊക്കെ വന്നപ്പോ ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കാൻ പോയതാണ്. ഇവിടെ ഹിസ്റ്റോറിക്ക് ഞാൻ പോകുന്നോട്ടോ പറയാ. ഇത് അവിടുത്തെ പണ്ടത്തെ നൈറ്റ് മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ ഇപ്പൊ രാത്രി കടകളൊന്നും ഉണ്ടാവൂല. പണ്ട് രാത്രിയൊക്കെ ഉണ്ടാവലുണ്ട്. ഇതൊക്കെ കടകളാണ്. ഇങ്ങനത്തെ പോലെ ഒരു ബ്രൗണില്ല, അതൊക്കെ കടകളാണ്. ഞങ്ങൾ 1 മണിക്കാണ് അവിടെ പോയിക്കണേ. അതുകൊണ്ട് അതൊക്കെ ക്ലോസ് ചെയ്തിക്കണേ, അല്ലെങ്കിൽ ഇത് തുറക്കും. നിങ്ങൾക്ക് ഇത് കാണണമെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം പോയി കാണിച്ചോ. ഇവിടെ കാണാൻ നല്ല രസാ. ഇവിടെ കൊറേ ലൈറ്റും നല്ല ഇതുണ്ട് കേട്ടോ. മമ്മ അന്തം വിട്ടോളൂ. മമ്മി ഇപ്പൊ ഇതൊക്കെ കാണാണ്. ഓല് നഴ്സ് നോക്കിക്കാണ്. നല്ല കാഴ്ച ഉണ്ടായോണ്ട് നല്ല നോക്കിക്കാണ്. ഇവിടെ രാത്രി 10 മണിക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ടീ ഷോപ്പും കോഫി ഷോപ്പും കൊറേ ഷോപ്പുകളുണ്ട്. ഇവിടെ നല്ല ടോയ് ഷോപ്പ് എല്ലാം ഉണ്ട്. ഓൽക്ക് കാണിച്ചു കൊടുത്ത് അങ്ങനെ നടന്നിട്ടോ. അവിടെ ആരുമില്ല, ഞങ്ങള് മാത്രമല്ലേനു. അപ്പൊ അങ്ങനെ നോക്കാണ്. അപ്പൊ ഇവരൊക്കെ കണ്ടീനു. ഞങ്ങള് ഫസ്റ്റ് വന്നപ്പോ ആപ്പി ഉണ്ടായി ഞങ്ങളപ്പാട്ടാ. അമ്മാമ്മി ബാക്കിലായിരുന്നു. അമ്മാമ്മി ഓടി വന്നു. പാത്തു ആരെത്തും നിക്കില്ല. ഉമ്മിന്റെ അടുത്തും പാപ്പിന്റെ അടുത്തും നിക്കണ മാത്രം. പിന്നെ എന്റെ അടുത്ത് എനിക്ക് ഓളെ പൊന്താത്തോണ്ട് ഞാൻ എത്തിയില്ല. എനിക്കും എടുക്കാൻ പറ്റൂലല്ലോ, ഞാൻ ചെറിയ കുട്ടിയല്ലേ. ഞാനും പറഞ്ഞു നല്ല ചെറിയ കുട്ടിയാ. അങ്ങനെ 2 ആൾക്കാർക്ക് കളിച്ചാലൊക്കെ ഉണ്ട്. ഇത് ഞങ്ങൾ ഉംറക്ക് പോവാട്ടോ. പാത്താണെങ്കിൽ കോഴിമുട്ടായി തിന്നട്ടോ. ആസ്വദിച്ചുണ്ട് കളക്കി. ബാപ്പില്ലേനു ഞങ്ങളെ കൂടെ. ഞങ്ങൾ ടാക്സിക്കാ പോയിണ്ട്. കാറില് ഫുള്ള് ലഗേജാണ്. അതുകൊണ്ട് ഞാനും ബാപ്പയും ബാക്കിലാണ്. പാത്തു വിചാരിച്ചു ബാപ്പയാ കാറ് ഓടിക്കണേന്ന്. മുന്നില് വേറെ ആളാ. അതുകൊണ്ട് ബാപ്പയെ ഓള് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മുമ്പൊക്കെ ചെയ്ത് ഞങ്ങൾ റൂമിലേക്ക് പോയി. ഞാനും ബാപ്പയൊക്കെ നല്ലോണം കുഴങ്ങിയിരിക്കുന്നു കേട്ടോ. കൊറേ നടക്കണ്ടേ. ഇതിന്റെ 2ാമത്തെ ഉംറ. ഞങ്ങളവിടെ ഒരു റൂമെടുത്ത് അവിടെ നിൽക്കേനു കേട്ടോ. 4 days നിന്നു. ഇതിന്റെ കുഞ്ഞുട്ടുകാക്ക കേട്ടോ. ഞങ്ങള് കുഞ്ഞുട്ടുകാക്കാന്റെ ഹോട്ടലിക്ക് പോയതാട്ടോ ഫുഡ് കഴിക്കാന്. നല്ല അടിപൊളി ഹോട്ടലാട്ടോ. അത് മക്ക തന്നെയാണ്. നല്ല അടിപൊളി ഫുഡാണ്. ഞങ്ങൾ 2 വട്ടം അങ്ങോട്ട് പോയി. അടുത്ത ദിവസം ഞങ്ങള് ഇസ്കരിച്ചാണ് അമ്മക്ക് പോയതാട്ടോ. ഞാനും ഉമ്മയും എപ്പോഴും പോവല്ല. അപ്പൊ അത് കണിരോണ്ട് ബാക്കി എപ്പോഴും ഓടി പോവലുണ്ട് കേട്ടോ.
എനിക്കവിടെ നല്ല ഇഷ്ടാണ്. ഞങ്ങൾ അവിടെ വന്നത് മരുബിക്ക്, പിന്നെ ഇഷാറ് ഇഷ്കേറ്റത്ത് പോയി. അവിടുത്തെ ബാങ്ക് കേൾക്കാന് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അവിടുന്ന് ഫുഡ് വാങ്ങിയിട്ടാണ് ഞങ്ങൾ റൂമിലേക്ക് പോകുന്നത്. ഇത് പാത്തു റൂമിലെത്തിയിട്ട് ബാപ്പയ്ക്ക് വിളിച്ചാട്ടോ. ബാപ്പില്ലാച്ചവർക്ക് നല്ല സങ്കടം. ഞാൻ ഫോൺ തൊട്ടിട്ട് തന്നെയില്ല. ഇതോള് അമ്മാവിന്റെ കൂടെ കളിച്ചാണ്. പിന്നെ ലാസ്റ്റ് ഡേ ബാപ്പി വന്നിട്ട് ബാപ്പി മുമ്പളെ ചെയ്ത് ഞങ്ങള് ആകുമ്പോക്കന്നെ തിരിച്ചു പോന്നു. ഞങ്ങള് പോന്നപ്പോ കണ്ട സൺറൈസ് ആട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു. ഇന്നാട്ടോ പാത്തുന്റെ ബർത്ത്ഡേ, ഫസ്റ്റ് ബർത്ത്ഡേ ടോളെ ഞങ്ങള് ഫോട്ടോ എടുക്കാൻ വേണ്ടി അവളെ പുറത്തേക്ക് കൊണ്ടുവന്നു. നല്ല രസമല്ല അവളെ കാണാന്. ഈ കുപ്പായം ഓള് എന്റെ താത്ത കൊടുത്തയച്ചാട്ടോ. ഓൾക്ക് കേക്ക് തിന്നൊക്കെ അയച്ച് ഓൾക്ക് ഛർദിക്കാൻ വരുന്നുണ്ട്. ഓളെന്നെ കേക്കുമെന്ന് പീസ് എടുത്ത് തിന്നാണ്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ റൂമിക്ക് പോയി കേക്ക് മുറിച്ചുട്ടോ. ബാപ്പ എന്നിട്ടാ കേക്ക് മുറിച്ചത്. മുഖത്തും കൈമലും ഒക്കെ ചോക്ലേറ്റ് ആക്കിയേക്കുന്നു കേട്ടോ. ഞങ്ങള് വീട്ടിൽ നിന്ന് അങ്ങനെ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് സണ്ണൊക്കെ പോയി. അതുകൊണ്ട് കുറച്ച് ഫോട്ടോകൾ എടുക്കാൻ പറ്റുള്ളൂ. ഓള് കേക്ക് തിന്നേട്ടാ. ആൽമന്റെ ഉടുപ്പൊക്കെ എടുത്തിട്ട് രസമുണ്ടല്ലേ. ആൽമന്റെ അമ്മാമ്മ വാങ്ങി കൊടുത്തതാണ്. അത് പിന്നെ നമ്മള് വീട്ടിലെത്തിച്ച് കേക്ക് മുറിച്ചാ ഭംഗിയില്ലേ. അപ്പൊ വീട്ടിലെത്തിച്ച് കേക്ക് മുറിച്ചാണ്. കേക്ക് കണ്ട അതില് തൊടു കേട്ടോ. ഓളെ കൈമൊക്കെ ഇത് കേക്കൊക്കെ നമ്മൾക്ക് വേണോ ചോദിക്കുന്നുണ്ട് കേട്ടോ. തൊപ്പിയൊന്നും ഇഷ്ടായിട്ടില്ല അവൾക്ക്. എന്ത് തലി വെച്ചോർത്താലും കണ്ണാളും ഒക്കെ വെച്ചോർത്താലും അത് ഊരിട്ട്. ഇത് ഞാൻ പോലെ തന്നെ ഉള്ളൊരു സ്ഥലാട്ടോ. ഒരു ദിവസം ബാപ്പി പോയപ്പോ അങ്ങോട്ട് പോയതേനു കേട്ടോ. ഞങ്ങള് കൊറേ നേരം
ഞാനും ആപ്പി കുറെ നേരം കളിച്ചും ഓടി കളിച്ചും. ഞാനും ആപ്പി റൈസും. ഞങ്ങള് ജിമ്മ് പോലത്തെ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ അവിടെ. അങ്ങോട്ട് പോയി ജിമ്മൊക്കെ ഇതാക്കിനു. ഓല് നാട്ടിക്ക് പോരാനായി, അതുകൊണ്ട് ഡ്രസ്സ് എടുക്കാൻ പോയതേനു. ഞാന് ഷോപ്പിംഗ് കാർട്ടിൽ ഓളെടുത്ത് ഇങ്ങനെ ഓട്ടാണ്. ഓൾക്ക് ഷോപ്പിംഗ് കാർട്ടിൽ ഇട്ട് നല്ല ഇഷ്ടമാണ്. ഓളൊക്കെ എല്ലാ വിഗതിക്കും ഓളെ പറ്റും. ഇതവിടെ ഫിഷ് വാങ്ങാൻ പോയതാ. ഇത് മാർക്കറ്റിന്റെ അടുത്തുള്ള പോർട്ടാണ്. ഇവിടുന്ന് വേണമെങ്കിൽ ബോട്ടിങ്ങിനൊക്കെ പോവാ. ഞങ്ങൾ ലേറ്റ് ആയിട്ടാ എത്തിയത്, അതുകൊണ്ട് ബോട്ടിങ്ങിന് പോകാൻ പറ്റൂല. കാണുന്ന പോലെ അല്ലേക്കിട്ടോ, നല്ല ആയുണ്ടാവേക്കും. അപ്പൊ നോക്ക്, വെള്ളത്തേക്ക് ഇങ്ങനെ നോക്കിക്കണേ. നിന്ന് കഴിഞ്ഞിട്ടാ തോന്നുന്നു. കുറച്ച് ആപ്പ അവിടെ ഇരിക്കുന്നു. കണ്ടോ? സൺസെറ്റിന്റെ ലൈറ്റ് കാണാൻ എന്ത് രസല്ലേ. മമ്മ ആളെ അവിടെ നിൽക്കാട്ടോ. അപ്പാണെങ്കിൽ ബോട്ടിന്റെ സൈഡിൽ കൂടി പോണ ആ സ്ഥലത്ത് നിക്ക. അത് ഞങ്ങള് ഇവിടെ ഇങ്ങനെ മൂന്നാളും ഇങ്ങനെ നിക്കേനു. ഫോട്ടോ എടുക്കാൻ ഞാൻ കരുതി. പിന്നെയാണ് മനസ്സിലായത് വീഡിയോ എടുക്കാന്ന്. ഇനി ഞങ്ങള് ബീച്ചില് പോവാട്ടോ. ഓല് മറ്റന്നാള് പോവായോണ്ട് ഞങ്ങളൊന്ന് ബീച്ചില് പോയി. അപ്പൊ അങ്ങനത്തായിക്കൂടാ ബീച്ചില് പോവാന്. അമ്മാമിനെ ഇപ്പൊ ഞങ്ങള് കാണില്ലല്ലോ. അമ്മാമി നേരത്തെ നാട്ടിൽ പോയിക്കണു. ഞങ്ങള് ബീച്ചിലെത്തി ബോളൊക്കെ കൊണ്ട് അങ്ങാണ്. സണ്ണ് നോക്ക്, ഇപ്പൊ കടലില് തായും. മമ്മി ഇപ്പം ഞങ്ങള് കളിക്കണം നോക്കിയിരിക്കാട്ടോ. പാവുണ്ട്. അപ്പൊ ബോളോണ്ട് കളിക്കണ്ട്. ഞാന് മണ്ണ് വാടി കളിച്ചിട്ട്. ആപ്പാന്റെ ഒപ്പം ബാപ്പി ഉണ്ട് കേട്ടോ. ബാപ്പി ആപ്പിയും കളിച്ചത് നോക്കിക്കൊണ്ടിട്ടാ. ഇതാ ബാപ്പി ആപ്പാന്റെ ഒപ്പം കളിച്ചു. കണ്ടോ? ഞാന് കടയിൽ പോയപ്പോഴും ആപ്പ അച്ചാലും ഞാൻ നിൽക്കും. പാത്തു ആദ്യമായിട്ട് കടലിൽ അങ്ങോട്ടാ. ഓർക്കതൊന്നും പറ്റണില്ല. ഞങ്ങളങ്ങനെ കൊറേ സമയം അവിടെ കളിച്ചു. അങ്ങനെ ഒരു നാട്ടിക്ക് പോയി. അപ്പൊ വന്നിട്ട് ലാസ്റ്റ് ഫോട്ടോസ് അത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബ്